ബുദ്ധിമാനായ വൃദ്ധൻ. പണ്ട് രാജ്യത്തെ രാജാവ് തന്റെ നാട്ടിലെ വൃദ്ധന്മാരെയെല്ലാം നാട് കടത്താനും ഒന്ന് കളയാനും ഉത്തരവിട്ടു. രാജാവിന്റെ ആജ്ഞയല്ലേ. പട്ടാളക്കാർ വൃദ്ധരെയെല്ലാം നാട് കടത്തി, എതിർത്തവരെല്ലാം കൊന്നൊടുക്കി. ഏതോ ഒരു മകൻ മാത്രം തന്റെ അച്ഛനെ ഭൂമിക്കടിയിൽ നിലവറയുണ്ടാക്കി അവിടെ ഒളിപ്പിച്ചു വെച്ചു. അധികം താമസിയാതെ രാജ്യത്ത് കൊടിയ ഭക്ഷ്യക്ഷാമം രൂപപ്പെട്ടു. മതിയായ ഭക്ഷണം കിട്ടാതെ ആളുകൾ മരണപ്പെട്ടു. കൃഷി ചെയ്യാൻ പോലും ഒരു മണി നെല്ലില്ലാതെയായി. രാജാവ് പടയാളികളെ നെല്ല് ശേഖരിക്കാനായി വീടുകളിലേക്ക് അയച്ചു. പടയാളികൾ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ടും ഒരു മണി നെല്ല് വിത്ത് പോലും കിട്ടിയില്ല. ഒരു ദിവസം ആ മകൻ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛാ, നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. രാജ്യത്ത് ഭക്ഷണക്ഷാമമാണ്. എല്ലാവരും നാട് വിട്ടു പോകാൻ തുടങ്ങി. നമുക്ക് നാട് വിട്ടു പോകാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മകനെ, നീ നാളെ തന്നെ നമ്മുടെ കുന്നിന്റെ താഴ്വാരത്തിൽ പോയി അവിടെ ഉഴുതു മറിക്കണം, വെള്ളവും വളവും ഇടണം, അവിടെ കൃഷി ചെയ്യണം. അപ്പോൾ മകൻ ചോദിച്ചു, ഒരു വിത്ത് പോലും ഇല്ലാത്ത നമ്മൾ എങ്ങനെയാണ് അവിടെ കൃഷി ചെയ്യുക? അപ്പോൾ ആ പിതാവ് താൻ പറയുന്ന പോലെ അനുസരിക്കാൻ മകനോട് പറഞ്ഞു. അനുസരണശീലമുള്ള ആ മകൻ പിറ്റേ ദിവസം തന്നെ ഉഴുതു മറിക്കാൻ തുടങ്ങി. എല്ലാവരും അവനെ ഭ്രാന്താണെന്ന് പറഞ്ഞു. അവൻ അതൊന്നും വകവയ്ക്കാതെ തന്റെ ജോലി തുടർന്നു. ഒരു ദിവസം രാവിലെ അവനെ വന്ന് നോക്കുമ്പോൾ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നെല്ലിന്റെ പുതുനാമ്പുകൾ മണ്ണിൽ നിന്ന് മുളച്ചു വരുന്നത് കണ്ടു. ഇത് അറിഞ്ഞ എല്ലാവരും ജനസാഗരം തന്നെ അവിടെ എത്തി. ഇത് രാജാവിന്റെ ചെവിയിലും എത്തി. പടയാളികളെ വിട്ടു അവനെ പിടിച്ചുകൊണ്ട് വരാൻ. പടയാളികൾ വന്നപ്പോൾ നെൽവിത്ത് നൽകാതെ നിന്നിട്ട് നാം രാജ്യദ്രോഹത്തിന് വധശിക്ഷ വിധിക്കുന്നു. രാജാവ് അമാനിക്കാതെ പറഞ്ഞു. മകൻ വേദനയോട് പറഞ്ഞു, പ്രഭു, എനിക്കൊരു കാര്യം അങ്ങയോട് പറയാനുണ്ട്. അങ്ങയുടെ ആജ്ഞ അനുസരിക്കാതെ ഞാൻ എൻ്റെ പിതാവിനെ എൻ്റെ വീട്ടിലെ നിലവാരക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. എൻ്റെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അവിടെ വെള്ളമൊഴിച്ചതും മണ്ണൊഴുതു മറിച്ചതും. അവിടെ എൻ്റെ കയ്യിൽ ഒരു വിത്ത് പോലും ഇല്ലായിരുന്നു. അവിടെ എങ്ങനെയാണ് വിത്ത് മുളച്ചതെന്ന് എനിക്കറിയില്ല. അതറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പടയാളി അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ പിതാവിനെ പിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, എങ്ങനെയാണ് വിത്തില്ലാതെ നിങ്ങൾ ചെടി മുളപ്പിച്ചത്? അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, പ്രഭു, ഞങ്ങൾ അയൽരാജ്യത്തിലേക്ക് ആ വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ ഗർത്തങ്ങളും കല്ലുകളും കാരണം കാളവണ്ടി ഇളകുമ്പോൾ അതിൻ്റെ ചക്രം ഇളകുമ്പോൾ അതിൻ്റെ നിന്ന് നെൽവിത്തുകൾ താഴെ വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനോട് അവിടെ ഉഴുതു മറിക്കാനും വളം മറിക്കാനും വെള്ളം അടിക്കാനും പറഞ്ഞത്. വെള്ളവും വെളിച്ചവും നോക്കുമ്പോൾ അത് വളർന്നു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇത് രാജാവ് ഇത് കേട്ട് അതിശയത്തോട് നോക്കിയിരുന്നു. താൻ വൃദ്ധരെയെല്ലാം നാട് കടത്തിയ താൻ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് രാജാവിന് അന്നേരം തോന്നി. വൃദ്ധപിതാവിന് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്ത രാജാവ് നാട് കടത്തിയ എല്ലാ വൃദ്ധന്മാരെയും തിരികെ വിളിച്ചു. നന്ദി, നമസ്കാരം.